കൗൺസിലറും നഗരസഭയുടെ ഉജ്ജ്വലനായ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഫർഹാൻ PM, ഈ വേദിയെ സന്തോഷഭരിതമാക്കുന്ന ഈ നാടിൻ്റെ പ്രിയപ്പെട്ട സുമനസ്സുകൾ, നാടിൽ വളർന്നു വരുന്ന പ്രതിഭകൾക്ക് പ്രചോദനമായി നമ്മളിൽ നിന്നും മൺമറഞ്ഞ പ്രിയപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ആവശ്യയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സബ് കളക്ടർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഈ DM വാർഡ് സമാരംഭം കുറിച്ചത് മുതൽ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ളത്. നമ്മുടെ പ്രിയങ്ങളുമായി നമ്മുടെ ഈ വാർഡ് രൂപീകൃതം മുതൽ ഈ വാർഡിൻ്റെ പര്യവസാനം വരെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ ചാരിതാർത്ഥ്യത്തോടു കൂടി അതുപോലെ തന്നെ മാസ്കുകളും ഒക്കെ നൽകി തന്നെ കോവിഡ് കാലത്ത് നമ്മളെ ചേർത്ത് പിടിച്ച ഒരു ജനപ്രതിനിധിയാണ് പ്രിയപ്പെട്ട ഫർഹാൻ PM. അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടിയിലെ പിഞ്ചോമ ആരോഗ്യ രംഗത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ നിൽക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തന്നെ ശക്തമായ രീതിയിലുള്ള ഒരു ഇടപെടലാണ് പ്രിയപ്പെട്ട ഫർഹാൻ PM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പൊന്നാനി നഗരസഭയിലെ 51 വാർഡുകളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായ ഒരു വികസന പദ്ധതി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മലപ്പുറം ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭൂപടം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തവും വിഭിന്നവുമായ രീതിയിൽ നമ്മുടെ BM-ത്തിന് അഭിമാനമായി തിലകച്ചാർത്തായി നിൽക്കുന്ന ഓപ്പൺ ജിം നമുക്ക് യാഥാർത്ഥ്യമാക്കിയത് പ്രിയപ്പെട്ട ഫർഹാൻ PM-ആണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പെരിന്തൽമണ്ണയുടെ ജനകീയനായ പ്രിയങ്കരനായ MLA നജീബ് കാന്തപുരം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഏവർക്കും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുടമ്പ്രത്ത് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന മദ്യശാല അടച്ചുപൂട്ടുന്നതിന് വേണ്ടി അതിശക്തമായ രീതിയിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാനും പ്രക്ഷോഭ പരിപാടികൾക്ക് നെടുനായകത്വം നൽകുവാനും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും വാർഡിന്റെ കൗൺസിലർ എന്നുള്ള നിലയിലും നമുക്ക് വേണ്ടി ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് പോരാടുവാൻ നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഞാൻ ഉയർന്നോ എന്ന് ഉത്തരം പറയേണ്ടത് പ്രിയപ്പെട്ട ജനങ്ങളാണ്. എന്നാൽ എനിക്ക് പറയാൻ സാധിക്കും, എനിക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഷബീർക്ക സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഉപ്പുവെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് VCB ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നേതൃത്വം നൽകാൻ സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ MP-യുടെ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മനോഹരമായിട്ടുള്ള ഒരു ഓപ്പൺ ജിം നമുക്ക് BM-ത്തിന് സമർപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഓണത്തിന് എൻ്റെ അമ്മമാർക്ക് തൊഴിലുറപ്പിലെയും ഈ നാട്ടിലെ ആരോഗ്യരംഗത്തുള്ള എൻ്റെ ചേച്ചിമാർക്ക് ഒരു ഓണപ്പുടവ നൽകിയപ്പോൾ ലഭ്യമായിട്ടുള്ള സന്തോഷത്തിനപ്പുറം മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വികസന പരമാവധി കാര്യങ്ങൾ ഈ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ചെയ്യാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഒരു 5 വർഷം ഒരു ജനപ്രതിനിധി ചെയ്യുന്നത് മാത്രമല്ല, മറിച്ച് എനിക്ക് മുൻപുള്ള സൈനുദ്ദീൻ K ആയാലും പ്പെട്ട നിരവധിയായിട്ടുള്ള മനുഷ്യർ ചെയ്തു വെച്ചതിന്റെ ബാക്കിപത്രം മാത്രമാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും നമുക്കിതിന് തുടർച്ചയുണ്ടാകേണ്ടതുണ്ട്. ഇതിന് നല്ല വാർഡുകളായി മാറുമ്പോഴും നമ്മളൊക്കെ ഒന്നാണ് എന്ന് വിളിച്ചോതുന്നത് തന്നെയാണ് ഇത്തരം പരിപാടികൾ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. എനിക്ക് ഏറ്റവും ശക്തമായിക്കൊണ്ട് എന്റെ നാട്ടുകാരോട് പറയാനുള്ളത്, ഇവിടെ ഒരു ബാർ നമ്മുടെ നാടിന്റെ മുഖത്തെ ഏറ്റവും ശക്തമായ രൂപത്തിൽ 12 ദിവസത്തോളം സമരം ചെയ്തുകൊണ്ടാണ് നമ്മളത് പൂട്ടിച്ചിട്ടുള്ളത്. നമുക്ക് ഇനിയും അത്തരത്തിലുള്ള സമരങ്ങൾ ജനകീയമായി തന്നെ തുടർന്നു അത്തരം വിഷയങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ മനോഹരമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ഈ സദസ്സിലിരിക്കാതെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരാൾ ഈ പരിപാടി കാണുന്നുണ്ട്. എനിക്കറിയാം നമ്മുടെ ഈ 5 വർഷത്തെ എന്റെ പരിപാടികൾ, ഈ വാർഡിലെ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഞാനൊന്ന് മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് എന്റെ ചിന്തകളും എന്റെ പ്രവർത്തനങ്ങളും മാറുമ്പോൾ ആ പ്രവർത്തനങ്ങളെ വീണ്ടും ഈ വാർഡിലെ പ്രവർത്തനങ്ങളിലേക്കും ഈ
വാർഡിന്റെ പദ്ധതികളുടെ ഫോളോ അപ്പിലേക്കും എനിക്ക് കൃത്യമായ നിർദ്ദേശങ്ങളും എന്നെ ശകാരിക്കേണ്ടടുത്ത് ശകാരിക്കുകയും അഭിനന്ദിക്കേണ്ടടുത്ത് അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് ശക്തമായ നേതൃത്വം നൽകിയിട്ടുള്ള AVK ഗഫൂർ സാഹിബ് അപ്പുറത്തെ വീട്ടിലിരുന്ന് ആ പരിപാടി കാണുന്നുണ്ട്. അദ്ദേഹത്തെ വളരെ നന്ദിയോടുകൂടി ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പ്രിയങ്കരനായിട്ടുള്ള അമീർ സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ ധൈര്യമാണ് അദ്ദേഹം. ഒരു പരിപാടിക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ സാമ്പത്തികം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ അമീർ സാഹിബിനെ പോലുള്ള രാജീവേട്ടനെ പോലുള്ള ഒരുപാട് പേർ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഓരോ ആവശ്യത്തിനു വേണ്ടി, നാട്ടുകാരുടെ ആവശ്യത്തിനു വേണ്ടി ഒന്നും നോക്കാതെ നമുക്ക് വേണ്ടി കൂടെ നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധിയായിട്ടുള്ള മനുഷ്യർ ഈ വാർഡിനകത്തുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. എന്റെ തൊഴിലുറപ്പിലെ ചേച്ചിമാർ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഒരുപാട് പരാതികൾ ഉണ്ടാകുമ്പോഴും ഒരുപാട് പരിഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി, ഈ നാട്ടിലെ ഓരോ പ്രശ്നങ്ങളിലും അവരുണ്ടായിരുന്നു. ഈ നാട്ടിലെ വഴിയോരങ്ങളിൽ പുല്ല് കൂടി നിൽക്കുമ്പോൾ ആദ്യം തൊഴിലുറപ്പിനെ വിളിക്കാൻ പറയുമ്പോൾ അവരത് വന്ന് ചെയ്യുമായിരുന്നു. അവർക്ക് 100 ദിനം കഴിഞ്ഞും 200 ദിനം കഴിഞ്ഞും പണം ലഭിക്കാതെ പോലും അവർ ഈ നാടിന്റെ സേവന പ്രവർത്തന രംഗത്ത് സജീവമായി കൊണ്ട് നിന്നിട്ടുള്ള എന്റെ തൊഴിലുറപ്പിലെ ചേച്ചിമാർ എന്റെ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്. അവരൊക്കെ വളരെ ശക്തമായിക്കൊണ്ട് ഇവിടുത്തെ അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർ, ADS, ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും അതിശക്തമായ, എന്റെ പാർട്ടി ഉൾപ്പെടെയുള്ള എല്ലാവരും അതിശക്തമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുണ്ട്. അത് അവർക്കുള്ള ഒരു നന്ദി പറച്ചിൽ കൂടിയാണ് ഈ ഒരു പരിപാടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു നന്ദി പറച്ചിൽ കൊണ്ട് മാത്രം നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കില്ല. തീർച്ചയായും ഇനിയുള്ള കാലഘട്ടത്തിലും നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞ് തീർച്ചയായും നമ്മൾ തുടങ്ങി വെച്ച ചില പദ്ധതികളുണ്ട്. 2 അംഗനവാടികളുടെ കെട്ടിടം പണി, ഒരു അംഗനവാടിയിലെ കെട്ടിടം 90% പണി പൂർത്തീകരിച്ചിരിക്കുന്നു. മറ്റൊരു അംഗനവാടി, വള്ളിക്കാട് അംഗനവാടി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്ക് ആരംഭിക്കാൻ പോവുകയാണ്. 4 റോഡുകളുടെ പണി നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. 2 ഡ്രെയിനേജുകളുടെ പണി നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അത്തരത്തിൽ ഈ ഇലക്ഷൻ കാലത്തിന് മുമ്പ് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കേണ്ടതുണ്ട്, തുടക്കം കുറിക്കേണ്ടതുണ്ട്, പൂർത്തീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ഒക്കെ പിന്തുണ, എല്ലാ പിന്തുണക്കും പ്രാർത്ഥനക്കും നിങ്ങളുടെ ശകാരത്തിനും അഭിനന്ദനങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ചതിന് തീർച്ചയായും നിങ്ങളോടൊപ്പം ചേർന്ന് ഇനിയുള്ള കാലം ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് നജീബ് കയെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനാക്കി ക്ഷണിച്ചത്? ഒരു ഫെസ്റ്റ് നടക്കുന്ന സമയത്ത്, ഒരു ആഘോഷം നടക്കുന്ന സമയത്ത് ായിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാരണം ഈ രാജ്യത്തെ ബ്യൂറോക്രാറ്റുകളിലേക്ക് നിരവധിയായിട്ടുള്ള ആളുകളെ സംഭാവന ചെയ്യുന്നതിന് വേണ്ടി ഹൈദരലി ശാബ്ദങ്ങളുടെ പേരിൽ ഒരു സിവിൽ സർവീസ് അക്കാദമി ആരംഭിച്ചുകൊണ്ട് നിരവധി പേർക്ക് സർക്കാർ സർവീസിലേക്ക് അവസരം നൽകിയിട്ടുള്ള ഏറ്റവും മഹത്തായ പ്രവർത്തനം, സർക്കാരിനപ്പുറത്തേക്കുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട MLA ആണ് നജീബ് സാഹിബ്. അദ്ദേഹത്തെയാണ് നമ്മൾ ഉദ്ഘാടകനാക്കി ക്ഷണിച്ചത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും 6 മണിക്ക് പോലും വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ വരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. നമ്മുടെ നാട്ടുകാർക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തണമെന്നുള്ള എന്റെ നിർബന്ധമായിരുന്നു അത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഒരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. മറ്റൊരാൾ ഇവിടുത്തെ ദിലീപ് കൈനിക്കൽ IAS ആണ്. കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു റോൾ മോഡലായിക്കൊണ്ട് ഒരു സിവിൽ സർവീസ് ഓഫീസർ ആയിക്കൊണ്ട് നമുക്കൊക്കെ മാതൃക സൃഷ്ടിക്കുന്ന, മറ്റുള്ള സബ് കളക്ടർമാരിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാ പൊതുപരിപാടികളിലും പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കൃത്യമായി പ്രചരിപ്പിക്കുകയും വരാനിരിക്കുന്ന സ്വാഗത ഭാഷകൻ അവരൊക്കെ സ്വാഗതം ചെയ്തിരുന്നു. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സ്വാഗതം കൂടി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഏറെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട നജീബ് കാന്തപുരം MLA കൃത്യമായി ക്ഷണിക്കുന്നു. സ്നേഹമുള്ള അധ്യക്ഷൻ, നിങ്ങളുടെ പ്രിയങ്കരനായ ജനപ്രതിനിധി, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, ഒരു ഉദ്യോഗസ്ഥനാണ് ദിലീപ് കൈനിക്കര. അദ്ദേഹം ഇവിടെ സംസാരിക്കാനുണ്ട്. ഈ വേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട MP യൂസുഫ് അമീർ, ഡോക്ടർ ഡേവിസ്, നേതാ ഡേവിസ്, സലീം കളക്കര, MP രാജീവ്, MP നിസാർ, ഇബ്രാഹിം മാസ്റ്റർ, അലി ചെറുവത്തൂർ, MP
പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് ഷബീർ BM ഇവിടെ സ്വാഗത പ്രസംഗവും നടത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഫർഹാൻ സംസാരിക്കുമ്പോൾ ഒരു 10 കൊല്ലം മുമ്പത്തെ എൻ്റെ ഒരു ഓർമ്മയിലേക്ക് പോവുകയായിരുന്നു. കാരണം ഞാൻ വാർഡായിരുന്നു അന്ന് കേട്ടത്. പക്ഷേ ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വാർഡ് മെമ്പർക്ക് കിട്ടുന്ന സ്നേഹം പോലെ സ്നേഹം കിട്ടുന്ന, ഒരു കൗൺസിലർക്ക് കിട്ടുന്ന പോലെ സ്നേഹം കിട്ടുന്ന ഒരു പദവിയും വേറെ ഒരു ഉന്നത പദവിയിലും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ BM ഫെസ്റ്റിവൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാവരും ആബാലവൃദ്ധം ഇവിടെ തടിച്ചുകൂടിയത്, ഈ മനോഹരമായിട്ടുള്ള രാത്രി നിങ്ങളെല്ലാവരും ആഘോഷമാക്കി മാറ്റുന്നത് ഒരുപക്ഷെ നമ്മൾ ഏത് പദവിയിൽ നിന്നാലും പദവി ഇല്ലാതെ നിന്നാലും നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന ഒരു പദവിയിലാണ് അല്ലേ? ഒന്നുകിൽ വീട്ടിലൊരു ഉമ്മ എന്ന പദവിയിലാണ്, വല്യുമ്മ എന്ന് പറയുന്ന ഒരു പദവിയിലാണ്, അല്ലെ വീട്ടിലൊരു സഹോദരി എന്ന പദവിയിലാണ്, ഭാര്യ എന്ന പദവിയിലാണ്, അല്ലേ? എല്ലാവരും ഒരു പദവിയില്ല. അതുപോലെ ഒരു പദവി മാത്രമാണ് കൗൺസിലർ എന്ന പദവി. പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യരെന്ന നിലയിൽ നമ്മളെല്ലാവരും ഒരു അംഗീകാരം ആഗ്രഹിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ജനപ്രതിനിധിയും ആ അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ്. കാരണം നിങ്ങളുടെ ആ കയ്യടിയേക്കാൾ വലിയതൊന്നും ഫർഹാന് ജീവിതത്തിൽ ലഭിക്കാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സ്നേഹത്തിന്റെ കയ്യടിയാണ്, അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കയ്യടിയാണ്. കാരണം ഗാന്ധിജി ഭരണാധികാരികളെ കുറിച്ച് പറയുന്ന വളരെ സവിശേഷമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ് ഞങ്ങളുടെ IAS അക്കാഡമിയുമായി വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു IAS ഓഫീസറാണ്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള സിവിൽ സർവീസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ നാട്ടിലെ PM അടുത്ത് തന്നെയുള്ള MI സഭയുടെ സ്കൂളിൽ നമ്മൾ അതിൻ്റെ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ വേണമെങ്കിൽ കോഴ്സിന് ചേരാവുന്നതാണ് എന്നുകൂടി ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യരിലേക്ക് നമ്മളുടെ കണ്ണെത്തുക എന്നതാണ് ഏറ്റവും അവസാനത്തെ മനുഷ്യൻ. വളരെ പ്രധാനമാണ്. നമ്മളുടെ ഒരു വാർഡിനകത്ത്, നമ്മുടെ ഒരു നാട്ടിൻ പുറത്ത്, നമ്മളുടെ ഒരു നമ്മുടെ ഏറ്റവും വലിയ കിനാവതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സദസ്സിലൊരു പ്രത്യേകത കൂടിയുള്ളത് കൊണ്ട് ഞാൻ പറയാം. നമ്മളുടെ നാട്ടിൻ പുറത്തെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ അവരെ സജ്ജമാക്കുക എന്നതാണ്. ഒരു നാട്ടിലെ ഒരു ജനപ്രതിനിധി ആ നാടിന് വലിയ സ്വപ്നങ്ങൾ സമ്മാനിക്കുന്ന ഒരാളായിരിക്കും. ഇപ്പൊ പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള അംഗൻവാടിയെ കുറിച്ചും കെട്ടിടങ്ങളെ കുറിച്ചും ആശംസകളോടെ ഈ നാടിന്റെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ച് ഇന്ന് ഒരുപാട് കലാപ്രകടനങ്ങൾ അരങ്ങേറുന്ന ഒരു നാട്ടിൻ പുറത്തെ കലാകാരന്മാരെ മുഴുവനും, കലാകാരികളെ മുഴുവനും സ്റ്റേജിൽ അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാൻ എത്തിച്ച് ഒരുമിച്ച് കൂട്ടുന്ന ഈ മനോഹരമായ സദസ്സ് നിങ്ങളുടെ എല്ലാവരും മാത്രം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട MLAക്കുള്ള സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട MP യൂസഫ് അമീർ സാഹിബിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഏറ്റവും ആദരണീയനായ യോഗത്തിന്റെ അധ്യക്ഷനും പൊന്നാനി നഗരസഭ കൗൺസിലറുമായ ശ്രീ ഫർഹാൻ BM അവர்கள் യോഗം അത് ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണത് മുഴുവൻ തീർന്നത് തന്നെ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. സോ ആ രീതിയിൽ വളരെയധികം പ്രോഗ്രാമുകൾ വരാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം സമയം അപഹരിക്കുന്നില്ല. ഇന്നിവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. ഇതേപോലെയുള്ള അനേകം ജനസദസ്സുകൾ നമ്മൾ ഇനിയും നടത്തേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെ നമുക്ക് ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും സന്തോഷിക്കുവാനൊക്കെയുള്ള വേദികൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊക്കെ എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും യുവാക്കളുടെ സംഘടനകളും കളിസ്ഥലങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മളുടെ വീടുകളിലേക്ക് തന്നെ ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ജെൻസി എന്നൊക്കെ പറയുന്ന
കുട്ടികളൊക്കെ പലപ്പോഴും അവരുടെ ഫോണിൽ ഇരിക്കുവാനുള്ള പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും ഇത്തരം വേദികൾ അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നതും അതാണ്. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഭാവി തലമുറയെന്നും നമ്മുടെ കയ്യിലുള്ള ഓരോ കുട്ടിയും അല്ലെ അവരുടെ എല്ലാ പൊട്ടൻഷ്യലിന്റെ നാനാമുഖമായ ഭാവങ്ങൾ, അത് അക്കാഡമിക് ആകട്ടെ, കലാപരമാകട്ടെ, കായികപരമാകട്ടെ, സമൂഹത്തിൽ ഇടപെടാനുള്ള, രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള അവരുടെ ചോദനയാകട്ടെ, അതിനൊക്കെയും ക്രിയാത്മകമായ വഴികൾ തുറന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലേക്കുള്ള ഒരു മനോഹരമായിട്ടുള്ള ചവിട്ടുപടിയായിട്ട് കൂടി ഈ ഒരു BM ഫെസ്റ്റ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇതിന്റെ എല്ലാ സംഘാടകർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പ്രിവിലേജ് കാർഡ് എന്ന് പറയുന്നത് അവർക്ക് ചികിത്സക്കും മറ്റുമായിട്ട് 20% കിഴിവ് ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു ആനുകൂല്യം ബഹുമാനപ്പെട്ട നാസർ ബോസ് അദ്ദേഹത്തിൻ്റെ ആശുപത്രിയായിട്ടുള്ള നൂർ ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പുകാർക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടി വളരെ അവരുടെ ഒരു പിന്തുണ കൊണ്ടുകൂടിയാണ് ഈ പരിപാടി ഇത്ര മനോഹരമായി നടക്കുന്നത് എന്ന് കൂടി അറിയിക്കുന്നു. ഇവിടെ റെനി മേഡം ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡോക്ടർ മേഡ ഡേവിസ്, ഡോക്ടർ ഓർത്തോ വിഭാഗത്തിൻ്റെ മേധാവിയാണ്, അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഷാറൂൺ ഉൾപ്പെടെയുള്ള അക്ബർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം, ഒരു സർക്കാർ ആശുപത്രി പോലെ തന്നെ നമുക്ക് സമീപിക്കാവുന്ന ഒരു ആശുപത്രിയായി, അതായത് ചികിത്സയ്ക്ക് പണമില്ലാത്ത രൂപത്തിലേക്ക് അവിടുത്തെ സേവന പ്രവർത്തനങ്ങളൊക്കെ വളരെ മികച്ച രൂപത്തിൽ നൂർ ഹോസ്പിറ്റലിലാണെങ്കിലും അതുപോലെ തന്നെ ബെൻസി പോളിക്ലിനിക്കിലാണെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട്. അവർ വളരെ ഭംഗിയായി തന്നെ നമ്മുടെ ഈ പരിപാടിയോട് സഹകരിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പിലെ ചേച്ചിമാരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രിവിലേജ് കാർഡ് ബഹുമാനപ്പെട്ട മേഡ ഡേവിസ് ഡോക്ടർ അവറുകൾ പ്രിയപ്പെട്ട കളക്ടർക്ക് കൈമാറും. ബഹുമാനപ്പെട്ട കളക്ടർ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൈമാറുകയാണ്. അതിനുവേണ്ടി ഡോക്ടറെയും ബഹുമാനപ്പെട്ട കളക്ടറെയും ക്ഷണിക്കുന്നു. നമ്മുടെ തൊഴിലുറപ്പിലെ അമ്മമാര് ഈ വേദിയിലേക്ക് വരണമെന്ന് അറിയിക്കും. ഫെമിനിറ്റി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിലെ നായികയും നിരവധിയായിട്ടുള്ള നാടക അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള പുഷ്പ ടീച്ചറെ അവാർഡ് ഈ BM ഫെസ്റ്റിൻ്റെ ഒരു സ്നേഹാദരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സബ് കളക്ടറെയും ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മുടെ നാട്ടിൽ നിന്നും MBBSകാരിയായി ഒരു ഡോക്ടറായിക്കൊണ്ട് നമ്മുടെ കുരുവളത്തിൽ ഉമ്മർക്കയുടെ മകൾ പ്രിയപ്പെട്ട ഉസ്ന ഉമ്മർ MBBS പൂർത്തീകരിച്ച് നമ്മുടെ നാടിന് അഭിമാനമായിരിക്കുകയാണ്. അവരെ ആദരിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട രാജീവേട്ടനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉസ്ന ഉമ്മറിനെയും ക്ഷണിക്കുകയാണ്. അടുത്തതായി AMS ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള ഡോക്ടർ ഷാനി മോഹനാണ്. ഷാനി മോഹൻ എത്തിയിട്ടുണ്ടെങ്കിൽ വേദിയിലേക്ക് ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട സബ് കളക്ടർ ആദരിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ അമ്മയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേഡറ്റ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ദേശീയ കേഡറ്റ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയ ഷെസാഫ്രിയിലേക്ക് കയറി വരണമെന്ന് അറിയിക്കുകയാണ്. എന്താണ് പറഞ്ഞത്, ഈ നമ്മുടെ വാർഡിലെ ഫർഹാൻ എന്നുള്ള വ്യക്തിയാണ് മത്സരിക്കുന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് അതിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധി എങ്ങനെയാവണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. അതേ കാര്യമാണ്, ചെറുപ്പം വലിപ്പം നോക്കാണ്ട് എല്ലാ കാര്യത്തിലും ഒരു കോളിലൂടെ എല്ലാവരുടെ സങ്കടങ്ങളും ഇത് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ. എന്തായാലും ഇപ്പം ഞാൻ പൊന്നാനി ന്യൂസിൽ ഫസ്റ്റ് ഇപ്പോൾ ഇലക്ഷൻ ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ ഞാൻ ആദ്യം പരത്തിയത് ഇതിലത്തെ ഇനി അടുത്ത മെമ്പർ ആരായിരിക്കും എന്നതായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് വനിതാ മെമ്പറാണ്. ഇനി അടുത്ത് വരുന്ന ഏത് പ്രതിനിധി ആയാലും ഇവൻ നിങ്ങൾക്കൊരു ഉദാഹരണമാണ്.
എങ്ങനെ വളരാം എന്ന്, ഒരു ജനപ്രതിനിധി എങ്ങനെ മറ്റുള്ളവർക്ക് സഹായകരമായിട്ട് നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അടുത്ത വരുന്ന ജനപ്രതിനിധിക്കും നല്ലൊരു ആശംസകൾ. വേദിയിലും സദസ്സിലും സന്നിധരായ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഫർഹാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ പരിപാടിക്ക് വേണ്ടി ഫർഹാൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഞങ്ങളുടെ MD പ്രിയപ്പെട്ട പൊന്നാനിക്കാരൻ്റെ ബോസിനെ വിളിക്കുകയും ബോസ് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഫർഹാന് പിന്തുണയും നൽകുകയാണ് ചെയ്തത്. നമ്മുടെ 2 ആശുപത്രികളുടെ പേരിലാണ് ഇതിനുള്ള എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുള്ളത്. പൊന്നാനിക്കാർക്ക് വേണ്ടി ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങളോടുകൂടിയാണ് ന്യൂ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ബെൻസി ഹോസ്പിറ്റലും ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ഫർഹാന് ചെയ്തു കൊടുക്കാൻ, ഈ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കാൻ അക്ബർ ഗ്രൂപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ്. വ്യക്തിപരമായി ചെറുപ്പം മുതൽ എൻ്റെ കളിക്കൂട്ടുകാരനായിട്ടുള്ള ഒരാളാണ് ഫർഹാൻ. ഫർഹാൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിലും അതുപോലെ ഇക്കണ്ട കാലഘട്ടത്തിലുമെല്ലാം നല്ല മുന്നേറ്റം കാണുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ സന്തോഷം കൂടിയായി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് അക്ബർ ഗ്രൂപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു. ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും സ്വന്തം പേരിലും ഈ സംഘടനയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. The night is young, we go